അവിടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണടാ. യെസ്, ഇന്നൊരു ഫ്രീക്കിംഗ് ചാലഞ്ച് ചെയ്യാൻ പോണേ. ഇതല്ല, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് എന്താ അറിയോ? ഐസ് ബാത്ത് ചാലഞ്ച്. കാണിച്ചതാ. ഓ, എടാ കാണുമ്പോ കുളിക്കാൻ തോന്നുന്നുണ്ട്. ചാടു കുറച്ച് ഇതുപോലെ ഇത്ര വേണോ? ഈ ഒരു ലെയർ ഇത്ര. അപ്പോ ഇത് ബേസിക്കലി ഒരു റിക്കവറി മെത്തേഡാണ്. ഒരു നമ്മുടെ മസിൽസ് ഒക്കെ റിക്കവറി ആവും. ആഴ്ചയിലൊരിക്കല്, മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽ റിക്കവറി ആവും, റിലാക്സ് ആവും. ഒരു 10 മിനിറ്റ് ഇരിക്കുക, റിലാക്സ് ചെയ്യുക. 5 മിനിറ്റ് വേറെ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അത് ഞങ്ങൾ 3 ആളും ബോഡി ബിൽഡേഴ്സാണ്, അത്ലറ്റ്സ് ആണ്. അപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ചാലഞ്ച് പോലെയല്ല, എന്നാലും ഇത് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ അതാണ് പരിപാടി. ഇന്നിപ്പോൾ അതാണ് ചാലഞ്ച്. ഞാൻ, ജോഷുവ, ഡേവിസ്. ഏറ്റവും കൂടുതൽ നേരം ആർക്ക് നിൽക്കാൻ പറ്റുന്നു എന്നതിലാണ്. ഏറ്റവും കൂടുതൽ നേരം ആർക്ക് നിൽക്കാൻ പറ്റുന്നു എന്നാണ് നോക്കുന്നത്. കാരണം ഈ ഐസിൽ നിൽക്കാന്ന് പറയുന്നതിൽ ഇതിൽ ഇത്ര മസിൽ ഉണ്ടായിട്ടും കാര്യമില്ല, ഇത്ര ഓട്ടം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതിന് ഒരു വേറെ സാധനം തന്നെ വേണം. ഞങ്ങൾ 3 പേരിൽ ഏറ്റവും കൂടുതൽ നേരം ഐസിൽ നിൽക്കാൻ പറ്റുന്ന ആരാണെന്നാണ് നോക്കുന്നത്. ഇന്നത്തെ ചാലഞ്ച് അതാണ്. ഭയങ്കര എക്സൈറ്റഡ്. കാരണം എനിക്ക് തണുപ്പ് പറ്റാത്തൊരു കാര്യമാണ്. തണുപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ വിറയ്ക്കും. ഞാൻ നല്ല തണുപ്പുള്ള കുളത്തിലൊന്നും ചാടാറില്ല. ഇവർ ചാടാറുണ്ട്. ബേസിക്കലി ഞാൻ ഫസ്റ്റ് തന്നെ ഔട്ടാവുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. എന്തായാലും ടൈമർ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നേരം ആര് നിൽക്കുന്നു അതാണ് ചാലഞ്ച്. ഞാൻ വെള്ളം കാണിച്ചു തരാം. ഏതാ ഇത്രയാണ് വെള്ളം ആയത്. ഇതിലിപ്പോ അവിടെ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ആണ് കുറച്ചും കൂടി ഇവിടെ വരെ. ഓ, അവിടെ അല്ല, അങ്ങോട്ട് വെക്ക്. കൊച്ചാണ് എന്ത് തണുപ്പാ. അങ്ങോട്ടേ കുറച്ചങ്ങോട്ട്. ടെറസിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലാണ്. അവിടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണടാ. ടൈമർ വെച്ചില്ലടാ. അവിടെ കുറച്ചും കൂടി വെള്ളം തീരില്ല. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാൻ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നത്. ഐസ് കഴിഞ്ഞോ? അവിടെ പോടാ. തണുപ്പാടുത്തുണ്ട് കേട്ടോ. ആയിട്ട് നല്ല തണുപ്പുണ്ട്. ആണ്.
ടൈമർ 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 ചോദിച്ചാൽ ടൈം കഴിഞ്ഞ് ആ അതിന്റെ ജോസിന്റെ ഫോണോടെ റെഡി ഇതിലേതാ സ്റ്റാർട്ട് ചെയ്യാം 3 കയറിക്കോ 1 സ്റ്റാർട്ട് അതുണ്ട് വിടല 33 സെക്കൻഡ് 34 സെക്കൻഡ് നോ 44 സെക്കൻഡ് ഒരു മിനിറ്റ് ആയില്ല ഒരു മിനിറ്റ് 10 സെക്കൻഡ് 3 4 5 6 7 തെറിച്ച് വെക്കല്ലോ മെല്ലെ എണീക്കണേ എങ്ങനെയായോ 20 അടുത്ത് വന്ന് അങ്ങോട്ട് ആംഗിൾ മാറ്റിക്കോ ഡേവിസ് 1 മിനിറ്റ് 31 സെക്കൻഡ് കയറി 3 2 1 സ്റ്റാർട്ട് ഒരു മിനിറ്റ് 31 സെക്കൻഡ് ആണ് ഡേവിസിന്റെ വെള്ളം ഒഴിച്ചെടുക്കണോ അവൻ്റെ അകത്ത് കൂടെ ബാഗ് കൂടെ വെച്ചിരിക്കും തലേ കൂടെ വെക്കില്ല ഇല്ല മേത്ത് കൂടെ വെച്ചാൽ മതി ഓ പൊളി 1 മിനിറ്റ് 5 സെക്കൻഡായി ഒഴിച്ചോണ്ടേ വെക്കണം നിർത്തല്ലേ എണീക്കണം അവിടെ 16 സെക്കൻഡ് 1 മിനിറ്റ് എടാ ചത്തോ പറയട്ട് ചത്തോ ജീവണ്ട് ചൂട് പറഞ്ഞാ ഇവന്റെ ഡേവിസിന് നല്ല തണുപ്പുണ്ടേ ഓ ഫസ്റ്റ് ഇറങ്ങിയല്ലേ എനിക്ക് തുറന്നു തന്നെ മനസ്സിലാണ് നമുക്ക് പറഞ്ഞു ഒരു പാക്കറ്റോട് ഐസ് വെക്കണം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് 2 ഐസ് പാക്കറ്റ് കൂട്ടി വെക്കണേ ഉണ്ടാവില്ല ഇപ്പോൾ തൽക്കാലം ഇത് നമ്പർ കൊണ്ടുണ്ടാവില്ല 2 മിനിറ്റ് എന്താണോ 2 മിനിറ്റ് 21 സെക്കൻഡ് ആയി എന്റെ മാക്സിമം ആയി എങ്ങനെയുണ്ട് തണുപ്പ് എങ്ങനെയുണ്ട് ഇല്ല സഹിക്കാം
കയ്യൊക്കെ നോക്കിച്ചോ പൊന്നളിയാ. കറുത്ത ഞാൻ, കറുത്ത എന്റെ കൈ ചോന്നു. പിന്നെ തണുപ്പ് വേണ്ടേ? ഫോൺ കൊണ്ടാ. റെഡി 3, 2 ഫുള്ള് കയറിക്കോ. സ്റ്റാർട്ട്. കാല് മുന്തിക്ക് ബംഗാളി ഇരിക്കണം. ഇല്ല ഇരിക്കണോ? കാലൊന്നുകൂടെ മുന്തിക്ക് അടവിനെ കാല് അടവിനെ കാല് ഇല്ല കറക്റ്റല്ല. ഒരു മിനിറ്റ് 20 സെക്കൻഡ്. ബാബുവാ good actually. This is actually good man. നല്ല രസമുണ്ട്. ചൂടുണ്ട്, നല്ല രസമുണ്ട്. ബ്രെയിൻ ഫ്രീസ് ആയി ശരിക്കൂടെ ചൂടത്ത് ഇങ്ങനെ വിളിക്കുമ്പോ വരാട്ടോ. സത്യം ഈ ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞത് വായലെടുക്കണടാ. ഈ ചത്തൊച്ചൊക്കെ ചത്തൊച്ച തവളൊക്കെ പക്ഷെ ക്ലീൻ ആക്കി, നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കി, നല്ല സോപ്പ് കെട്ടി. ഈ ചാലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത് എനിക്ക് ബെസ്റ്റ് ഡിസിഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തീരെ പറ്റും. പക്ഷെ ഫ്രീസ് ആവട്ടെ, നല്ല രസമുണ്ട്. പക്ഷെ ഈ ചൂടുള്ളത് കൊണ്ട് നല്ല രസം. ആദ്യത്തെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഡേസ് പറഞ്ഞ പോലെ തന്നെ ഓനാണ് ആദ്യം ഇറങ്ങി. അത് നല്ല തണുപ്പായിരിക്കും. കഴിഞ്ഞിട്ട് ജോഷി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി. എനിക്ക് ഒന്നാമത്തെ ഞാൻ പറഞ്ഞ എനിക്ക് തണുപ്പ് തീരെ പറ്റൂല. എന്താ വെള്ളം ഇറങ്ങുന്നത്? നല്ല രസം, ഇപ്പൊ നല്ല സുഖം ഉണ്ടോ അല്ലേ? അല്ലേ അത് ഈ ചൂടുള്ളതിനോണ്ട് വൃത്തി ബാലൻസ് ആയി. തണുപ്പ് ഒന്നുമില്ല, വിറയലില്ല, വിറച്ചിലില്ല. ചൂട് കാരണം എന്താ അടുത്തെന്താ പൊങ്ങി അടിക്കുന്നത്? വെള്ളം പോവോ താത്തോട്ട്? വെള്ളം പോവോ താത്തോട്ട്? മഴ പെയ്യുമ്പോ എങ്ങനെ താഴത്തേക്ക് പോവാ? എന്താ മേ ബി ആ ഫ്ലോർ ആയിട്ട് റിയാക്ട് ചെയ്യണേക്കും. താഴത്ത് പോയി നോക്കുന്നേരം അവിടെ ഉള്ള ആൾക്കാർക്ക് കുടിച്ച് സുഖം കിട്ടോ? നല്ലൊരു ലൈഫ് വെച്ചോലെ.
മൂന്നാല് ദിവസം കുടിക്കേണ്ട എടുത്ത് നോക്കി സ്ലോ ആയിട്ട്. കഴിഞ്ഞ് നല്ലൊരു ഫുഡ് അടിച്ച സെറ്റോ. സോ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല ഒരു ഐസ് ബാത്ത് ചാലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഐസ് സൺ ബാത്ത് എന്നൊക്കെ പറഞ്ഞ സാധനം ആക്കാൻ അതേപോലെയായിരുന്നു. കാരണം ഐസ് സൺ ബാത്ത് എന്ന് പറയാൻ കാരണം അത്രയും നല്ല തണുപ്പുള്ള ഐസും അതേപോലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഐസിൽ ഇറങ്ങിയതിൻ്റെ ഒരു എഫക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളിൽ അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തണുപ്പ് നല്ല സീനാണ്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം അത്രയും തണുപ്പത്ത് ഇറങ്ങിയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ പുറത്തിറങ്ങിയത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ ആ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഞങ്ങൾ കുറേ നാൾ ആയിട്ട് ചെയ്യണം വിചാരിച്ചൊരു കോണ്ടന്റ് ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സ്പെഷ്യൽ സാധനം വരാനുണ്ട്. സ്പെഷ്യലിലേക്ക് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആണ്. അടുത്ത വീഡിയോ അതായിരിക്കും എന്തായാലും മിക്കവാറും. എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ വരാനുണ്ട്. അപ്പോൾ ഫുഡ് വീഡിയോ തന്നെ. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെയ്ത ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് യു മസ്റ്റ് ട്രൈ. ഇത് അത്ര സീനുള്ള കാര്യമൊന്നുമല്ല. ചില ആൾക്കാർക്ക് ഭയങ്കര സീനാണെന്നൊക്കെ പറയും, പക്ഷെ ലൈക്ക് അങ്ങനെയല്ല. നല്ല കാര്യമാണിത്. മസിൽസ് റിലാക്സ് ആവും. നമ്മളെ ഒന്നാമത്തെ കാര്യം മസിൽസ് ഭയങ്കര റിലാക്സ് ആവും. വൺസ് ഇൻ എ മന്ത് ഇത് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സാധാ ഡോക്ടേഴ്സ്, മറ്റേ സ്പോർട്സിൻ്റെ ഡോക്ടേഴ്സ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എത്രയേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ച് എക്സ്ട്രീം ആയിരുന്നു, എന്നാലും പക്ഷെ ഫണ്ണായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, വെയിലത്ത് ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി തണുപ്പ് അങ്ങനെ ഇറങ്ങിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ആയത്. അപ്പോൾ സോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്താകണം? സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. കുറേ ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഫോളോ വന്നിട്ട് മെസ്സേജ് അയക്കുന്നു, അതിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ആലപ്പുഴയിൽ നിന്നും കുറേ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റയിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനെ തപ്പിയിട്ടും ഒരിടത്തൊക്കെ വരുന്നുണ്ട്. ഗുഡ്, താങ്ക് യു സോ മച്ച്. അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ കാണേണ്ടത് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും സപ്പോർട്ട് വേണം, സെറ്റാക്കണം. ഇനി കുറേ വ്ളോഗ് വരാനുണ്ട്. എനിക്ക് വീഡിയോ ക്വാളിറ്റിയും വീഡിയോൻ്റെ രീതിയൊക്കെ ഒന്ന് കുറച്ച് റെഡി ആക്കാനുണ്ട്. എനിക്കറിയാം കുറേ മിസ്റ്റേക്സ് ഉണ്ടെന്ന്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കുറേ മിസ്റ്റേക്സ് ഉണ്ട്, ഒക്കെ ഇങ്ങനെ റെക്ടിഫൈ ചെയ്യണം. കുറച്ച് ടൈം എടുക്കും. സ്റ്റിൽ കോണ്ടന്റ് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പോൾ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ, ലൈഫിൽ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ അതിനുള്ള ലാഗായിപ്പോയി. എന്തായാലും നല്ല കണ്ടന്റ് വരും. ഓക്കെ, അതുവരെ എന്തായാലും കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. ടെക്സ്റ്റ് അയക്കാൻ മതി. ഓക്കെ, ബൈ, സി യു ഗൈസ്, ബൈ.